എല്ലാവരും പൊരിച്ചും കറി വെച്ചൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടും ഞാനിതുവരെ പരീക്ഷിച്ച് നോക്കാതെ വെച്ചൊരു ഐറ്റാട്ടോ അത്, വഴുതനങ്ങ പൊരിച്ചത്. അപ്പോൾ ഞാനിത് ഇന്നലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇവിടെ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 5 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. വഴുതനങ്ങ കഴുകി നല്ല നൈസായിട്ട് വട്ടത്തിലരിഞ്ഞ് ഒരു ബൗളിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് വേണ്ട മസാലയാണ് തയ്യാറാക്കാൻ പോണേ. അതിനായിട്ടൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, കുറച്ച് കാശ്മീരി മുളക് പൊടി, ഉപ്പ്, പിന്നെ കുറച്ച് പുട്ടുപൊടിയാണ് ഇട്ടിട്ടുള്ളത്. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. കൂടാതെ അതിലേക്ക് കുറച്ച് ചിക്കൻ മസാല കൂടി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം എന്നിട്ട് വട്ടത്തിൽ മുറിച്ച് വെച്ചിരിക്കുന്ന ഓരോ വഴുതന പീസും എടുത്തിട്ട് ഈ മിക്സിലേക്ക് ചേർത്തിട്ടുണ്ട്. എല്ലാ പീസും ചേർത്തതിന് ശേഷം ഇത് നന്നായിട്ടൊരു സ്പൂൺ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ശേഷം സ്റ്റൗ കത്തിച്ച് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കറിവേപ്പില കുറച്ചുകൂടെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഓരോ വഴുതനങ്ങ പീസും ഇതുപോലെ വട്ടത്തിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു സൈഡ് ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞു വന്നപ്പോൾ ഞാനത് മറിച്ചിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഏകദേശം 2 സൈഡും നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുന്ന സാധനങ്ങളൊക്കെ വാട്ടിയ ഇലയിലിട്ട് വയ്ക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനൊരു ഇല വാട്ടിയിട്ട് അതിലേക്കാണിത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. നമുക്കൊരു നേരം ചോറിൻ്റെ കൂടെ കഴിക്കാൻ പൊരിച്ച മീനൊന്നും ഇല്ലെങ്കിലും ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഞാൻ ചെയ്ത പോലെ ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് വെച്ച് ആരും ചെയ്യാതെ നിൽക്കണ്ട, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ. നല്ല ടേസ്റ്റുള്ള അടിപൊളി സാധനമാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സൂപ്പർ ടേസ്റ്റുള്ളൊരു ഫ്രൈ ആണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഒപ്പീനിയൻസ് അറിയിക്കുക. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ, ബൈ.